നമസ്കാരം. നമ്മൾ ഈ സങ്കല്പങ്ങളൊക്കെ ചെയ്യുമല്ലോ, സങ്കല്പം. സങ്കല്പമുണ്ടായാൽ നമ്മളിൽ സങ്കല്പമുണ്ടായാൽ ആ സങ്കല്പിച്ച വിഷയം, അതായത് ആഗ്രഹത്തിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാവും. ആ സങ്കല്പത്തിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാവും. അപ്പൊ വിഷയങ്ങളിലേക്ക് മനസ്സ് പതിക്കാൻ ഇടവരും. അങ്ങനെ വിഷയങ്ങളിലേക്ക് മനസ്സ് പതിക്കാൻ ഇടവന്നാൽ അതാത് വിഷയങ്ങളുടെ സ്വഭാവം, അതായത് ഗുണങ്ങളെ സങ്കല്പിക്കാനും തുടങ്ങും. അതാത് വിഷയങ്ങളുടെ ഗുണങ്ങളെ അപ്പൊ നമ്മുടെ മനസ്സ് അങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തെ വിട്ട് എന്നുവെച്ചാൽ മറന്ന് ഒരു നിമിഷ നേരത്തേക്ക് മറന്നാലും മതി. ആ ഒരു നിമിഷ നേരത്തേക്ക് മാറിപ്പോയാൽ, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ പഴയ സങ്കല്പ വാസനകൾ നമ്മളെ താഴോട്ട് കൊണ്ടുവന്ന് ആ സങ്കല്പത്തിൻ്റെതായ ഒരു ലോകം സൃഷ്ടിക്കും. അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കും. അപ്പം എനിക്ക് നല്ല ജ്ഞാനമുണ്ട്, നമ്മളങ്ങനെയൊക്കെ പറയും. എനിക്ക് നല്ല ജ്ഞാനമുണ്ട്, സങ്കല്പിച്ച വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കില്ല, സങ്കല്പിച്ച വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കില്ലെന്ന് നമുക്കൊരു അഹങ്കാരം, നമ്മുടെ ഒരു അഹങ്കാരം കൊണ്ട് നമുക്ക് തോന്നിയേക്കാം എന്നെ ഒന്നും അങ്ങനെ ബാധിക്കില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തി വസ്തു വിഷയ വികാരങ്ങളോടുള്ള ആഭിമുഖ്യം നമ്മളെ സംസാരത്തിലേക്ക് വീഴ്ത്തും. ഒന്നും ചെയ്യാൻ പറ്റില്ല, സംസാരത്തിലേക്ക് വീഴ്ത്തും. അതുകൊണ്ട് നമ്മുടെ ഈ സർവ അനർത്ഥങ്ങൾക്കും കാരണം എന്താ? സങ്കല്പമാണ്. അപ്പൊ സങ്കല്പത്തെ നമ്മൾ വർജിക്കണം. അപ്പൊ എന്ത് സങ്കല്പമാണ് വേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആവുന്നതും സങ്കല്പത്തിനെ വർജിക്കണം, അല്ലേ? അപ്പൊ സൃഷ്ടിയിൽ നിന്നല്ല സങ്കല്പം. ശ്രദ്ധിക്കണം, സൃഷ്ടിയിൽ നിന്നല്ല സങ്കല്പം, സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി. ഇത് സങ്കല്പിച്ചതാണല്ലോ ചെയ്യണത്, നമ്മൾ സങ്കല്പിച്ചതാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവണത്, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? മറ്റൊരാളുടെ മനസ്സങ്കല്പം നമ്മൾ ചെയ്യാറില്ല, വേറൊരാളുടെ സങ്കല്പം. പക്ഷേ അയാളുടെ മനസങ്കല്പത്തെ നമ്മൾ സ്വീകരിച്ച് അകമേക്കെടുത്താൽ നമ്മൾ തന്നെ ആ സങ്കല്പത്തെ നമ്മൾ തന്നെ സ്വീകരിച്ചതുകൊണ്ട് ആ സങ്കല്പത്തെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും, നമ്മൾ സ്വീകരിച്ചത് കൊണ്ട്. അപ്പൊ മനസ്സിന്റെ സങ്കല്പം എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം, അല്ലേ? പക്ഷേ ഈ
ആത്മജ്ഞാനം കൊണ്ട് ആത്മജ്ഞാനത്തിനാൽ അങ്ങനെയുള്ള തീരുമാനമാണ് നല്ലത്. അങ്ങനെയുള്ള തീരുമാനമായിരിക്കും നമുക്ക് നല്ലത്, അല്ലേ? അപ്പൊ പുതിയതായിട്ട് ഒന്നും സങ്കല്പിച്ചില്ലെങ്കിൽ അല്ലേ, നമ്മുടെ അകമേ കെട്ടിക്കിടക്കുന്ന, ശ്രദ്ധിക്കണം, നമ്മുടെ അകമേ കെട്ടിക്കിടക്കുന്ന സങ്കല്പം സൃഷ്ടിയിലേക്ക് വന്ന് മുഴുവൻ ഒഴുകിപ്പോകും. ഉള്ളിലുള്ള സങ്കല്പം മുഴുവൻ ഒഴുകിപ്പോകും, ഇല്ലാതെയാവും, അല്ലേ? എല്ലാം ഒഴുകിപ്പോയി, എല്ലാ സങ്കല്പങ്ങളും ഒഴുകിപ്പോയി ഇല്ലാതെ ആയാൽ, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ സങ്കല്പങ്ങളും ഒഴുകിപ്പോയി ഇല്ലാതെ ആയാൽ നമ്മൾ സങ്കല്പരഹിതനാകും. നമ്മൾ സങ്കല്പം ഇല്ലാത്തവരായിട്ട് മാറും, സങ്കല്പം ഇല്ലാത്തവനായി മാറും. അങ്ങനെ വരുമ്പോൾ സ്വന്തമായി സങ്കല്പം ഇല്ലാതായാൽ, ആ സങ്കല്പം ഇല്ലാതെ ആയതുകൊണ്ട് അയാളിൽ ഭഗവത് സങ്കല്പം നടക്കും. അയാളിൽ സ്വന്തമായിട്ട് സങ്കല്പം ഇല്ലാത്തത് കൊണ്ട് ഭഗവത് സങ്കല്പം അയാളിലൂടെ നടക്കും, അല്ലേ? അപ്പൊ നമ്മളിൽ സ്വന്തം സങ്കല്പം ഇല്ലാതെയായി, ശ്രദ്ധിക്കണം കേട്ടോ, സ്വന്തം സങ്കല്പം ഇല്ലാതെയായി ഭഗവാന്റെ സങ്കല്പം വന്ന് പോകുന്നത്, നമ്മളിൽ ആ സങ്കല്പം വന്ന് പോകുന്നത് ഭഗവത് കൃപ കൊണ്ട്, ഈശ്വര അനുഗ്രഹത്താൽ നമുക്കറിയാൻ സാധിക്കും ആ സങ്കല്പം വന്നു പോകുന്നത്, അല്ലെ? അറിയാൻ സാധിക്കും. അപ്പൊ ഭഗവത് സങ്കല്പം വരുന്നതും അത് നമ്മൾ അറിയാതെ, നമ്മുടെ സങ്കല്പമല്ലല്ലോ, ഭഗവാന്റെ സങ്കല്പമല്ലേ. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതും, നമ്മളിലൂടെ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്നതും നമ്മൾ വിട്ടുനിന്ന് കാണും. എത്രത്തോളം മനസ്സിലാവുന്നില്ല അറിയില്ല, നമ്മൾ വിട്ടുനിന്ന് കാണും. അപ്പൊ ഞാൻ എന്ന സ്വരൂപം സാക്ഷിഭാവത്തിൽ നിൽക്കും. അപ്പൊ ഭഗവത് സങ്കല്പം വരും, അത് പോകും, അത് നമ്മൾ ചെയ്യും, അതിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല, അതങ്ങനെ പോകും. അതിനെ സാക്ഷി ആണ് ഞാൻ, എൻ്റെ സ്വരൂപം അതാണ് എന്ന് അറിയും. അതറിയാനുള്ള ഭാഗ്യം അന്ധക്കരണ ശുദ്ധിയിലൂടെ നമ്മുടെ സ്വരൂപത്തിനെയും അറിയും. അങ്ങനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.